നേരം നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ഒന്ന് ചീത്ത നേരം. നല്ല നേരം വന്നാൽ തെരുവ് തണ്ടി രാജാവാകും. മറിച്ച് ചീത്തയാണെങ്കിലോ രാജാവും തെരുവ് തണ്ടിയാവും. അമേരിക്കയിലൊരു VIP ഗെറ്റ് ടുഗദറിൽ വെച്ച് ഒരാളൊരു ബോംബ് പൊട്ടിച്ചു. അയാളുടെ സമയം അതൊരു കാരണമാക്കി പുള്ളിയുടെ ഭാര്യയെ പുള്ളി ഡൈവോഴ്സ് ചെയ്തു. ഞാൻ സമ്പാദിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവളാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നതെന്ന് ആലോചിച്ച് പുള്ളി സ്വത്തെല്ലാം ആശ്രമങ്ങൾക്കും അനാഥാലയങ്ങൾക്കും എഴുതി വെച്ച് ഒരു തെരുവ് തണ്ടിയായി. അങ്ങനെ പുള്ളിയുടെ കമ്പനിയെ വിശ്വസിച്ച് ഇവിടെ ചെന്നൈയിൽ ബിസിനസ് നടത്തിയിരുന്ന എൻ്റെ ബോസിന് പണി കിട്ടി. കമ്പനി നഷ്ടത്തിലാവാൻ തുടങ്ങി. സാലറി കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. പുതിയതായി ജോയിൻ ചെയ്തവരെ പിരിച്ചുവിടാൻ തുടങ്ങി. എൻ്റെ നേരം അതോടെ തീരുമാനമായി. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിരുന്നു. ജോലി പോയതിൻ്റെ ഒപ്പം അതും പോയി. നേരം ശരിയല്ലെങ്കിൽ അമേരിക്കയിൽ ബോംബ് പൊട്ടിയാ ഇവിടെ നാറും. കല്യാണം നടത്താൻ വേണ്ടി വട്ടരാജയുടെ അടുത്ത് നിന്ന് കടം മേടിച്ചു. വട്ടരാജ് എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, பொண்டாட்டி இருக்கா? இல்லை, ஏன்? கல்யாணம் ஆகலை. வீடு? அண்ணா என் ரூம்மேட் தான் அண்ணா. பேர் என்ன சொன்ன? மேத்யூ. 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 இதோ பா ஜான், 1 பாயிண்ட். பொண்டாட்டி இல்லை, வீடு இல்லை. 2 பாயிண்ட், உன்னை வச்சு தான் பணம் தரேன். மாதம் 3 ஆனால் வட்டி டான் வரணும். 3 பாயிண்ட், 4 மாதத்துக்குள்ளே அசல் செட்டில் பண்ணோம். ஓகே. ம். ராஜா, உங்கள் காசை எப்படியாவது கொடுத்துட்றேன். அதுக்காக வீட்டுக்கெல்லாம் வராதிங்க. இது இயாളുടെ வீடானா? நேற்றோட உன் டைம் முடிஞ்சு போச்சு. ஃபோனை போட்ட கட் பண்ணுறேன். ராஜா, எப்படியாவது உங்கள் பணத்தை நான் திருப்பி கொடுத்துட்றேன். என்ன நம்புங்க ராஜா. எந்திரி, எந்திரி மேலே உட்கார். உன் வீடு, உன் டைனிங் டேபிள், உன் சேரு, உட்கார் மயிலு. பாரு மயிலு, பணத்தை கொடு, நான் கண்ணிலே போட மாட்டேன். நல்ல வீடு, உன் பெட்ரூம், அதோட பாத்ரூம் சூப்பர், இட்டாலியன் மார்பிள் சார். நைட்டு கூட அங்கே தான் படுத்தேன். அதனால இந்த கண்ணில் பிஸ் அடிக்கிற நிப்பாட்டு, எங்கள் ஆசை கொடு. எப்படியாச்சும் கொடுத்துட்றேன் ராஜா. ഞാനല്ല കസേര നീങ്ങിയാന്നോണെ. இது வட்டிக்கு சரியா போச்சு. அப்போ அசல் 2-3 நாளில் தந்துடுறேன். 2-3? இதுவே பொண்டாட்டி பிள்ளைங்க கழுத்தில் இருந்த நகையெல்லாம் கலட்டி கொண்டாந்து கொடுத்து 2-3? 3 நாளில் கொடுத்துட்றேன். அது பாயிண்ட் கரெக்டா? காசு കറക്റ്റ് ആണ്. പോരെ പോരെ, അല്ലെങ്കിൽ ഇയാൾ ഇനി കറക്റ്റാണെന്ന് ചോദിക്കുമ്പേ അളിയ ജോണെ പണിയാവോ? നീ
അതൊന്നും കണ്ട് പേടിക്കണ്ട. കറക്റ്റായിട്ട് കാശ് കൊടുത്ത് ഞാൻ അയാളൊന്നും ചെയ്യില്ല. അല്ല നീ കൊടുക്കുമല്ലോ അല്ലേ? വാടാ, നീയല്ലേ പറഞ്ഞത് വട്ടിരാജയുടെ വീടാണ്? എനിക്കെങ്ങനെ അറിയാനാടാ? അഡ്രസ്സ് പറഞ്ഞു, അയാളുടെ വീടാന്നല്ല ഞാനും വിചാരിച്ചത്. மயிலே மயிலே இறகு போடணும். 3 நாளாக பணம் வரலன்னு வை, வெளியே நிற்கிறோம், அம்பாஸ்ட்டை தூக்கிட்டு போயிடுவேன். சரி ராஜா. என்னை பற்றி உனக்கு நல்லா தெரியும் மயிலே, பார்த்து பொழைச்சிக்க. நீங்கள் கேட்குற பேக்கேஜ் ரொம்ப ஹை. Sorry, you're not qualified. You are not fit. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസമായി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി മുതലും പലിശയും കുറച്ചടച്ചു. ഇപ്പം തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് വട്ടിരാജയുടെ 2 മാസമായിട്ട് അവധി പറഞ്ഞിരിക്കുക. ഇപ്പോൾ വട്ടിരാജയുടെ ഫോൺ വരുമ്പോൾ എന്ത് പറയുന്ന എനിക്ക് എത്തും പിടിയില്ല. ഇന്നാണ് അവസാനത്തെ ദിവസം. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വട്ടിരാജ മിക്കവാറും എൻ്റെ കാലിനാവും. ജോണിൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമോ? ജീന. ഞാൻ 6 പഠിക്കുമ്പോൾ അവൾ എൻ്റെ സ്കൂളിൽ 4th വന്ന് ജോയിൻ ചെയ്തു. ഞാൻ അവൾ മൈൻഡ് ചെയ്തേയില്ല. കാരണം എൻ്റെ ശ്രദ്ധ ഫുൾ പഠിപ്പിലായിരുന്നു. 2 കൊല്ലത്തിന് ശേഷം അവൾ 6ലെത്തി. ഞാനും അതേ 6 തന്നെയായിരുന്നു. തോൽവിയിലും ഒരു വിജയമുണ്ടെന്ന് എനിക്കന്നാണ് മനസ്സിലായത്. ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെൺപിള്ളേർ വലുതാകുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസിൽ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ജോലി കിട്ടിയതും ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയി. അത് ഈ വടപള്ളി ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം. അപ്പോൾ 2 വണ്ടി തമ്മിൽ ഇടിച്ച് ലേറ്റായിപ്പോയി. മണം പോയില്ല, എന്തോ പറയണം. പുല്ലോ പുല്ല്. എൻ്റെ അമ്മയും ഫ്രണ്ട്സെല്ലാം പറയാറുണ്ട് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. കഷ്ടപ്പെടാൻ വരുന്നു. എന്ത്? അല്ല, കഷ്ടപ്പെടാൻ വരുന്നു എന്ന് വന്നാൽ നന്നായിരിക്കുമല്ലേ? ഒരാഴ്ചയായി. 2 weeks. 3 ആഴ്ചയായി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ സമയത്തിന് വന്ന ഇഷ്ടമെന്ന് പറയാൻ കാത്തിരിക്കുക. നീ വന്നില്ല, ഞാനെന്ത് ചെയ്യാനാ? അല്ല, നാളെ ഞാൻ കറക്റ്റ് സമയത്ത് വരാം. നാളെ ഞാൻ വരുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബോൾട്ടേ, ഞാനോ? 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? മണ്ടൻ. വേണ്ടല്ലേ?
സോറി. ദാസന്റെയും വിജയന്റെയും ദുബായ്. CID escape. ആദ്യത്തെ ഉമ്മ, ബീച്ചിൻ്റെ സൈഡ്, സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ. അങ്കിൾ. അതെ, അങ്കിള് തന്നെ. അങ്കിൾ കോയമ്പത്തൂരിൽ പോന്നു. എഴുന്നേറ്റ് പോടാ. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം അങ്കിൾ? എഴുന്നേറ്റ് പോടി. അവന്റെ ഒരു അന്വേഷണം. പൊക്കെ പൊക്കെ, വീട്ടിൽ പൊക്കെ പോടാ. എടാ പോ. വീട്ടിൽ നിന്ന് അളിയനെയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ജീനയെ പെണ്ണ് വെച്ചു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീനയുടെ പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തു പറ്റി അങ്കിൾ? എന്തായാലും തൻ്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തൻ്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്നത് ഈ കാസറ്റ്. എൻ്റെ മണ്ടത്തരത്തിനാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എൻ്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ? എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എൻ്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS സൈക്കിളും ബീച്ചിൽ പോക്ക് സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ. എന്നെ അങ്കിളെന്ന് ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെൻ്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ മാത്യു, പപ്പയുടെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. എന്തുപറ്റി? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എനിക്കിഷ്ടം. അതുപോലെ നാളെ എന്നെ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ മാത്യു. ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ വീട്ടിൽ നിൽക്ക്. എനിക്കറിയാം നിനക്കിപ്പം ജോലിയില്ല. ജോലി കിട്ടുന്നവരെ ഞാൻ വേണം നോക്കാൻ. പിന്നെ നീ സിഗരറ്റ് വലിക്കും, വെള്ളം അടിച്ച പിച്ചും പെയ്യും പറയും, ഉറക്കത്തിൽ കൂർക്കം വലിക്കും, കഷണ്ടിയാവും. ഇതൊക്കെയല്ലേ? എടി ജീനെ, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അതല്ല നിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണത്. എൻ്റെ പപ്പ പറഞ്ഞ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഹലോ ജീനെ. ഞാൻ ചോദിച്ചു റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം? ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ എന്തായാലും ജോണിൻ്റെ ഓഫീസിലേക്ക് പോകാം കാശ് മേടിക്കാം. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ബാക്കി നമുക്ക് വന്നിട്ട് ആലോചിക്കാം. ശരി, ഓക്കെ. ஹலோ அண்ணா. என்ன மேத்யூ, காசு எனக்கு செட்டில் பண்ணுறல? ஜான் கிட்ட கேட்டிருக்கேன். கிடைச்சது உடனே கால் பண்ணுறேண்ணா. ஜான் கிட்ட கேட்டாலும் சரி, அந்த கிட்ட கேட்டாலும் சரி. இதா தரேன் அந்த தரேன். ஒரு மாதம் என்னடா பாய்ச்சிட்ட? இன்னைக்கு தான் உனக்கு கடைசி டேட். மிஸ் ஆச்சு
பசங்க அட்ரஸை பில் அடிச்சிருவேன், அறுத்துருவானு. அண்ணா ஜான் கால் பண்ணுறான், பேசிட்டு உங்களை கூப்பிடுறேன். என்னை பற்றி உனக்கு நல்லா தெரியும் மேத்யூ, பார்த்து பழச்சிக்கோ. പറ എന്തായി? കാശ് റെഡി ആയിട്ടുണ്ട്, വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാ, ഈ ക്ലാസ് ഉള്ള. താങ്ക്സ് ഡാ, ഞാൻ ഉടനെ വരാം. ആ വേമ. ജീനെ നീ ഇറങ്ങിയോ? അവൾ ഇറങ്ങിയിട. നീ എവിടെയാ ഉള്ളത്? അവൾ ഇറങ്ങിയാവോ? ഫോൺ എടുത്തില്ലേ? அண்ணே 500 சப்ப சாயந்தரத்துக்குள்ள பேலன்ஸ் செட்டில் பண்றேன். என்ன இதா? அண்ணே கிளச்சு பிளேட்டும் பிரேக்கும் கொஞ்சம் வேலை பார்க்கணுண்ணே. எப்போ ரோடுற குறுக்க வந்தாலும் தூக்கி போட்டு போயிட்டே இரு. போ போடா. ஏய் காசுங்க. I was stuck up in DJ work and stuff, so couldn't touch with you, Raja. உன் பேர் என்ன? Manik. அன்னைக்கு வேறு எதை சொன்னியா? Dude, Manik is my name. ஏய் என்ன தபாய்க்கிறியா? மொழி பேர் சொல்ல. Manik Kunnu. Manik Kunnu. நான் கூட மானிக் பாசவர்னு நினச்சேன். போன வாரமே செட்டில் பண்ணுறேன்னா பணம் கிடைக்கல, பட் டோன்ட் வரி ராஜா, ஐ வில் கிவ் ஆல் த மணி வித் யூ. இந்த ஜானி எஸ்எப்பெல்லாம் என்கிட்ட வேணாம். இங்கே வா, இங்கே வாடா. ദൈവമേ, എൻ്റെ പൊന്നു ചേട്ടാ, ഇത് മാത്രം ചോദിക്കരുത്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ തന്നതാ. ഡോണ്ട് യു നോ ചാക്കോനാർ ജ്വല്ലറി ഫ്രം കേരള? ആ അപ്പോൾ தர முடியாது. ஏய் ஏதோ உங்கள் அண்ணன் வெயிட்டான ஆளும் தாண்டா நம்பி உனக்கு பணம் கொடுத்துருக்கேன். உன் அண்ணனுக்கு மேட்ரு தெரிய வேண்டாம் நினச்சேன்னு வை. மத்தியானம் 2-2:30 அமௌண்ட் செட்டில் பண்ணு. அண்ணா 2-2:30 2-2:30 2 o'clock ഈവനിങ് ഐ വിൽ റെഡി യു. പിന്നെ ചേട്ടനോട് പറയരുത് എൻ്റെ അണ്ണൻ, പ്ലീസ്. ഓ ഫോർഗോട്ട്. ഡ്യൂഡൊരു 500 rupees കിട്ടുമോ?